പിന്നെ എന്താ പറയുക വീടെത്തുന്നതും. പിന്നെ ഇവിടെ വന്നിട്ട് അന്ന് വൈകുന്നേരം ഇവിടെ അന്നമോള് ചേച്ചിയുടെ ബ്രദറിൻ്റെ മോള് കുഞ്ഞ് സ്കൂൾ വിട്ട് കുഞ്ഞിനൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് സൗണ്ട് വോയിസ് അയക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. വീഡിയോ കൂടി സംസാരിക്കും എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ. അപ്പോൾ മോള് വന്നിട്ട് കൊച്ച് വന്നിട്ട് LKG പഠിക്കുകയാണ്. കുഞ്ഞ് വാനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ചേച്ചിയോട് തീയക്കുട്ടി വന്നില്ലേ, ചേച്ചി തീയക്കുട്ടിയെ വിളിച്ചിട്ട് എല്ലാവരും തീയക്കുട്ടി എന്നാണ് ഇവിടെ. അപ്പച്ചൻ, പ്രിൻസ് ചേച്ചി, ചേച്ചിയുടെ നാത്തോൻ എല്ലാവരും. അപ്പോൾ ആ ഒരു ഇത് വന്ന് കൊച്ച് വാനിൽ നിന്ന് ഇറങ്ങിയോണ്ട് തീയക്കുട്ടി വന്നോ എന്നൊക്കെ ചോദിച്ചു. അത്രയും ഓർമ്മയോടുകൂടി. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു ഇൻട്രോ എടുത്തിട്ടൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന് തോന്നുന്നു. ഇടയിൽ കൂടെ എന്നാലും ഞാൻ വോയിസ് വഴി ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. ഇൻട്രോ കൊടുക്കാനും ചിലപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തു പോവും. അപ്പോൾ അതിൽ ഇൻട്രോ എടുക്കാൻ പറ്റില്ല, പിന്നെ അതങ്ങ് മറന്നു പോവും. അങ്ങനെയാണ് പലപ്പോഴും പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മറന്നു പോയിട്ടാണ് ഇൻട്രോ എടുക്കാനും വൈൻഡപ്പ് എടുക്കാനൊക്കെ മറക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇതാവുന്ന സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചു ഒന്ന് എന്തായാലും ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഒരു അടിപൊളി വീഡിയോയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പം ഞാൻ നാട്ടിലോട്ട് വരുന്ന ആ ഒരു ഇതിനെ കുറിച്ചിട്ടും എങ്ങനെയാണ്, അതായത് ഓൾറെഡി ഇതുപോലെ ഞാനിത് ടിക്കറ്റൊക്കെ ഓൾറെഡി വന്നിട്ട് നമ്മൾ എന്താ പറയുക ഒരു 2 മാസം മുന്നേ ടിക്കറ്റ്, കാരണം അയ്യപ്പന്മാരുടെ സീസണൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ എന്താ പറയുക ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് പോലും നമുക്ക് RAC-യിലായിരുന്നു. പക്ഷെ നമ്മൾ എന്താ പറയുക വരുന്ന RAC ആയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് ഇതായിരുന്നു എന്താ പറയുക വെയിറ്റിംഗ് ലിസ്റ്റ് 6 ആയിരുന്നു. പിന്നെ അത് RAC ആയി. പിന്നെ അന്ന് കയറുന്ന അന്ന് തന്നെ ടിക്കറ്റ് കൺഫേം ആവുകയും ചെയ്തു കേട്ടോ. പക്ഷേ ഈ ട്രെയിനിലോട്ട് ഞാൻ ഇതുവരെ ഏതൊരു യാത്ര ചെയ്താലും ശരി, അതിപ്പോൾ എങ്ങനെയായാലും ഇപ്പം നമ്മൾ എന്താ പറയുക ആരെങ്കിലും ഫ്രണ്ട്സുമാരുടെ കൂടെ കാറിൽ ഇതാവും എവിടേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ എന്താ പറയുക എപ്പോഴും അവർ നമ്മളോട് പറയുന്നതിനെക്കാട്ടിലും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ ഞാൻ റെഡിയായി നിൽക്കുന്നു എന്നല്ലാതെ ഇത്രയും അവർ ചിലപ്പോൾ വരാൻ വൈകുകയോ അങ്ങനെയല്ല. അങ്ങനെ എൻ്റെ ഭാഗത്ത് എൻ്റെ സൈഡിൽ നിന്ന് ഇതുവരെ ഇതിലോട്ടും ഒരു ഇതും വന്നിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ നാട്ടിലോട്ട് വരുന്ന ഒരു ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഞാനെല്ലാം കണക്കുകൂട്ടിയൊക്കെ എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. അന്ന് രാവിലെ എനിക്ക് എന്താ പറയുക ബോട്ടെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി നമ്മളന്ന് എന്താ പറയുക വാക്സിനിൻ്റെ അതൊക്കെ എടുത്തില്ലേ, ആ ഒരു വീഡിയോൻ്റെ ആ സമയത്ത് തന്നെ ഞാൻ ബോട്ടെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പോകുന്ന ആ ഈ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് വിട്ടു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഞാൻ പോകുന്ന സമയത്ത് ആ ഒരു പയ്യൻ നമ്മളെപ്പോഴും ചെയ്യുന്ന ആ പയ്യൻ വന്നിട്ട് അന്ന് 2 ദിവസം ലീവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു ദിവസത്തെ, അതായത് എനിക്ക് തോന്നുന്നു ജനുവരി 7-ാം തീയതി രാത്രി 7:30 മണിക്കാണ് എനിക്ക് ട്രെയിന്. അത് രാവിലെയാണ് പോയിട്ട് കറക്റ്റ് കൺഫേം ആയിട്ട് 10 മണിക്കൊക്കെ പോയി റീച്ച് ആവാം എന്നൊക്കെ ഉള്ള രീതിയിൽ വെച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പോയി ഒരു 10 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിലും കറക്റ്റ് ഒരു 10:30 എന്ന് ഞാൻ അവിടെ റീച്ചായി. ബോട്ടെക്സിൻ്റെ അറിയാമല്ലോ, ബോട്ടെക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 3 to 4 hours പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 11 മണിയായാലും നമുക്കൊരു അവിടുന്ന് അങ്ങോട്ടൊരു സമയമുണ്ട്. പിന്നെ എല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പോയി കഴിഞ്ഞ് വരിക, ബാഗ് എടുക്കാൻ പോവുക, ആ ഒരു സിറ്റുവേഷനായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അവിടെ പോയി ബോട്ടെക്സ് ഒക്കെ കഴിഞ്ഞു. ബോട്ടെക്സ് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 2:30 അയനിങ് ആ ഇതൊക്കെ പ്രോസസ്സൊക്കെ അവർ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് മൊത്തത്തിൽ ഫിനിഷ് ആകുന്ന സമയത്ത് ഒരു 3 o'clock ഫുള്ളാ ഒരു 3 o'clock ആകുമ്പോഴേക്കും എല്ലാം ഫിനിഷ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് മാളിലൊരു കുഞ്ഞാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആവശ്യത്തിന് മാളിലിതായി. പിന്നെ അപ്പം തന്നെ അറിയാമല്ലോ നമ്മുടെ അസോസിയേറ്റ് ആ പയ്യനെ വിളിച്ചപ്പോൾ അവൻ ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വന്നിട്ട് ക്യാബ് ആണെങ്കിൽ പിന്നെ ക്യാബ് വരും. ക്യാബ് നമ്മൾ പോകുന്ന പോലെ ക്യാബ് ഒരിക്കലും എത്ര നമുക്ക് അവസരമാണ് അല്ലെങ്കിൽ ഒന്ന് 10 മിനിറ്റ് സമയം ലേറ്റ് ആയാലും അവരുടെ ആ ഒരു സമയം വെച്ചിട്ട് ഭയങ്കര സ്പീഡായിട്ട് പോകാനോ അങ്ങനെയൊന്നും ചില ആൾക്കാർ ശ്രമിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പയ്യനോട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വരണേ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞു, മാളിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ആ പയ്യൻ കറക്റ്റായിട്ട് വന്നിട്ട് അന്ന് നമ്മളുടെ ഈ ഒരു ലാസ്റ്റ് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഒരു ചെറിയ ഒരു മൂവിയുടെ ഒരു ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞ് മൂവിയുടെ ഇവനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഞങ്ങൾ എന്താ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കറക്റ്റ് മാളിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് 4 മണിക്ക് ഞാൻ മാളിൽ നിന്ന് ഇറങ്ങി. പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു.
മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോഴേക്കും ഈ പയ്യൻ വന്നു. ഞങ്ങളങ്ങനെ പോയി. അങ്ങനെ അവിടെ നിന്ന് തന്നെ നൊങ്കമ്പക്കായിരുന്നു. അങ്ങനെ അവർ നമ്മൾ ആ ഒരു ഇതിൽ പോയി. അവിടെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അവിടെ ഒന്ന് സ്പെൻഡ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും സ്കൂള് കോളേജ് നമുക്കറിയാലോ, ഈവനിങ് ആയി കഴിഞ്ഞാൽ തന്നെ സ്കൂള് കോളേജ് ഓഫീസ് എല്ലാം വിടുന്ന സമയമായത് കൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അല്ലെങ്കിൽ ചെന്നൈയിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് പോയി, അവിടുന്ന് തിരിച്ചു വന്നു. പിന്നെ എനിക്ക് 1-2 സ്ഥലത്തും കൂടെ ഒന്ന് കയറണ്ടായിരുന്നു. അവിടെ വന്നു. പിന്നെ അന്ന് ഫുള്ള് രാവിലെ തൊട്ട് ഞാൻ ഒരു ഫുഡും കഴിച്ചിട്ടില്ല. രാവിലെ ഇവിടുന്ന് ധൃതി പിടിച്ച് വേഗം അവിടെ എത്തണം എന്നുള്ള ആ ഒരു ഇതിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചായ മാത്രം കുടിച്ച് അവിടുന്ന് ഓടി. പിന്നെ അന്ന് രാവിലെ ഫുഡ് കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. ഉച്ചയ്ക്ക് പിന്നെ ഞാൻ അവിടുന്ന് ടോണിയൻ കയ്യിൽ നിന്ന് ഒരു കാപ്പി കുടിച്ചു. അന്നത്തെ ദിവസം കാപ്പി പോലും കുടിച്ചില്ല പോലും. അന്ന് കാപ്പിയും കുടിച്ചിട്ടില്ല. അന്ന് ഇതിന് പോയതിന് ശേഷമാണ്. അന്ന് അവിടുന്ന് ഒന്നും ഞാൻ കഴിച്ചില്ല. അപ്പോൾ എന്താ പറയുക, എനിക്ക് എനിക്ക് നല്ല ടയർഡ്നെസ്. അതിൻ്റെ തലേ ദിവസം ഞാൻ പുറത്ത് പോയത് കൊണ്ട് തന്നെ ആ ഒരു സമയം വരും എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ശരി എന്നാൽ പിന്നെ A2Bയിൽ ഒന്ന് കയറി ചായ കുടിക്കാതിരുന്ന ഭയങ്കര ഒരു ഇതാണ് എനിക്ക് ആ സമയം ആയിക്കഴിഞ്ഞാൽ. അപ്പം ഞാൻ ശരി എന്നാൽ സമയം വൈകിയെങ്കിലും നമുക്കൊന്ന് ചായ കുടിക്കാം. നമ്മൾ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ നിന്ന് ഇവിടുന്ന് ഈ നൊങ്കമ്പക്കത്ത് നമ്മൾ വരികയാണ്. വന്ന് വീട്ടിൽ റീച്ചായി ബാഗ് എടുത്തിട്ട് വേണമോ തിരിച്ച് റെയിൽവേ സ്റ്റേഷനോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി A2Bയിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാനും പയ്യനും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെയും കൂടെ ചായ കുടിക്കാൻ കരുതി. ചായ കുടിച്ചു. അവിടെ അതിന് മാത്രമേ ഞാൻ ഒന്ന് സമയം ഇതായിട്ടുള്ളൂ. കാരണം ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ചു. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല ട്രാഫിക്. ആ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അങ്ങനെ ഈ പയ്യൻ ഭയങ്കര ഇതായിട്ട് വിനു വന്നിട്ട് നല്ലപോലെ ഡ്രൈവിംഗ് ഒക്കെ അടുക്കും മുടുക്കും കൂടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടിപ്പോയി പെട്ടെന്ന് നമുക്ക് എത്തണം. അപ്പോൾ എത്തണം എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, നമ്മൾ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അത് വെയിറ്റ് ചെയ്യൂല. കറക്റ്റ് ഇത് സ്പെഷ്യൽ ട്രെയിനുകളാണെങ്കിൽ പോലും നമുക്ക് ആ കറക്റ്റ് സമയത്തിന് അവർ എടുക്കത്തില്ല. പക്ഷേ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റിനെ എല്ലാവർക്കും അറിയായിരിക്കും. ആ കറക്റ്റ് സമയം അവിടുന്ന് 1 മിനിറ്റ് ഒരു സെക്കൻഡ് പോലും അവർ വൈകിക്കില്ല. അപ്പോൾ ആ ഒരു പേടി നല്ല പോലെ ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ അവിടുന്ന് വീടെത്തുമ്പോൾ സമയം ഇവിടുത്തെ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ബടബടാ പോയി. വീടെത്തുമ്പോൾ സമയം വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മണി 6 5:45 6 ആവുന്നു കേട്ടോ. വീടെത്തി എനിക്കൊന്ന് രാവിലെ പോയതല്ലേ, ഫേസ് വാഷ് ഒന്നും ചെയ്തിട്ടില്ല, ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഫേസ് ഒന്ന് വാഷ് ചെയ്തുകൊണ്ടും പിന്നെ 1-2 സാധനം എനിക്ക് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. പലതും ഞാൻ പറഞ്ഞു, എൻ്റെ വേറൊരു ചപ്പലൊക്കെ ഞാൻ എക്സ്ട്രാ ഒരു ചപ്പലൊക്കെ എടുത്ത് വെച്ചു. എല്ലാം അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 2-3 ഡ്രസ്സൊക്കെ ആണ് മിസ് ചെയ്തു. അതൊക്കെ വെച്ച് എങ്ങനെയൊക്കെയും ഒക്കെ പടപടപടാന്നാക്കി നമ്മൾ ബാഗ് എടുത്ത് രേണുവും മീനും ഒക്കെ കൂടെ വന്ന് നേരെ ബാഗിൽ വെച്ച് ബാക്കിയൊക്കെ ഇനി ട്രെയിനിൽ കയറിയിട്ട് ആവാമെന്ന് കരുതി ഓടിച്ചാടി പുറപ്പെട്ട് വരുന്ന സൈഡും അങ്ങനെ തന്നെ. നമ്മൾ വരുന്ന സമയത്തും നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടാവും നമ്മൾ വീഡിയോയിലൊക്കെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. നമ്മൾ ആ ACS ഹോസ്പിറ്റലൊക്കെ കണ്ടു. അവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ തട്ടിക്ക് പിടിച്ച് ഭയങ്കര ഇതായി ഓടിച്ചാടി. ഞാൻ അവിടെ തന്നെ പറഞ്ഞു, സപ്പോസ് ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ രേണുവും പറഞ്ഞ് എന്തായാലും വിനുവിന് ഇതൊരു പാരയാവും. കാരണം ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടെയാണല്ലോ സ്പെൻഡ് ചെയ്തത്. അവർക്ക് ആ ഒരു ആവശ്യമുണ്ട് നമുക്ക് വേണ്ടി. ഇപ്പോൾ അവർ പിന്നെ ധൃതി പിടിച്ച് ഇവിടെ എന്നെ വന്ന് കൊണ്ടുപോകുന്നു. പിന്നെ അവിടെ സമയം ഇതാവത്തില്ല. അപ്പോൾ അങ്ങനെ ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ട്രെയിൻ എങ്ങാനും മിസ്സിങ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ഇതല്ലേ. അപ്പോൾ എന്തായാലും കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇതൊക്കെ ആക്കി. അങ്ങനെ നമ്മൾ ആകെ മൊത്തം അടിച്ചു പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വരും. നമ്മൾ ഈ പെട്ടെന്ന് ഈ അവസരമായിട്ടുള്ള നമുക്ക് ഭയങ്കര ധൃതി പിടിച്ച അവസരമായിട്ടുള്ള യാത്രകൾ ഉണ്ടാവുമല്ലോ. ആ യാത്രകളിലായിരിക്കും അവിടെ ആണെങ്കിലും അവിടെ സിഗ്നലാണ്. സിഗ്നൽ ഒരു സിഗ്നൽ കഴിഞ്ഞു, അയ്യോ ദൈവമേ അടുത്ത സിഗ്നൽ എത്തുമ്പോഴേക്കും പെട്ടെന്നൊന്ന് ഇതാവേണ്ടതേ എന്ന് സിഗ്നൽ ഇടരുതേ പറയുമ്പോഴേക്കും അവിടെ സിഗ്നലായിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഭയങ്കര ട്രാഫിക്കും എല്ലാം കൂടി എങ്ങനെയൊക്കെയോ ഏകദേശം നമ്മൾ സെൻട്രലിൻ്റെ ഒരു 1 കിലോമീറ്റർ എത്തേണ്ട അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ കുടുങ്ങിപ്പോയി. കാരണം നല്ലൊരു ട്രാഫിക് കിട്ടി. ആ ഒരു ട്രാഫിക് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ട്രാഫിക്കും കൂടി കിട്ടിയതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞ് ചേച്ചി, അതായത് ട്രെയിന് പോകും, അതായത് ഞാൻ എന്താ പറയുക ചേച്ചിയുടെ അവിടേക്ക് വരികയാണെന്നുള്ളത് നിങ്ങളുടെ താഴത്തും പറഞ്ഞിട്ടില്ല. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നോ അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാതിരുന്നത്. അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചും പറഞ്ഞ്, ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോളൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചേച്ചി വിളിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി ട്രെയിന് മിസ്സിങ് ആവും വരുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്.
മനസ്സിലായി, ആ സെക്കൻഡുകളേ ഉള്ളൂ എന്തായാലും പോകുന്നുള്ള കാര്യം മനസ്സിലായി. കിട്ടില്ല എന്ന് വിചാരിച്ചു. ദൈവത്തിനെയൊക്കെ വിളിച്ചു. അപ്പോൾ ചേച്ചിയും അയ്യോ ഒന്ന് പാവം വിഷമിച്ചു കേട്ടോ. കാരണം ചേച്ചി അന്ന് ഇവിടുന്ന് ചേച്ചിയുടെ അച്ഛൻ്റെ അവിടെ പോയിട്ട് വീട്ടിലെ തറവാട് പോയിട്ട് അവിടുന്ന് ചേച്ചി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ചെങ്ങന്നൂരല്ലേ ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ പിന്നെ എന്താ പറയുക, ഞാൻ എല്ലാവരും വിളിച്ച് പറഞ്ഞ് ട്രെയിന് പോവും, ഞാനിവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ നമുക്ക് വേണ്ടി ചേച്ചി അവിടെ പോയി എന്നിട്ട് അവിടുന്ന് ഇതാവും ആ ഒരു വിഷമമാണ്. ഇപ്പോൾ ട്രെയിൻ മിസ്സായോ അല്ലെങ്കിൽ ഞാൻ ആ ഇതാവുന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഒന്നും മിസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തൊരു ഇതാണെങ്കിലും കറക്റ്റ് സമയത്തിന്. ഇപ്പം ഞാനിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ എയർപോർട്ട് പോകണമെന്ന് കൂടെ ഞാൻ എപ്പോഴും എല്ലാവരും ചീത്ത നീ എന്താ ഇത്രയും, ഞാൻ എപ്പോഴും 1 മണിക്കൂർ മുന്നേ ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഈ ട്രാഫിക് ഉള്ള ഒരു ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പോകണം. പ്രത്യേകിച്ച് ചെന്നൈയിലെ ട്രാഫിക്കിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവിടെ എത്താൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എയർപോർട്ടിൽ പിന്നെ എപ്പോഴും ഞാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂർ മുന്നേ ഞാൻ അവിടെ പോയി ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പോകാറുണ്ട് ആ സമയം അനുസരിച്ച് ഞാൻ പോകാറ്. അപ്പം ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒന്നും മിസ്സിങ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിതിൽ ഭയങ്കര വിഷമമുണ്ട്, എന്താ ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ടെൻഷനും എല്ലാം കൂടെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാറിലിരുന്ന് ഇങ്ങനെ അയ്യപ്പനെ വിളിക്കായിരുന്നു, ദൈവമേ എന്നെ കാത്തോടനെ എനിക്ക് ട്രെയിൻ മിസ്സാവരുതേ. അപ്പം എന്നിട്ട് വിനു പറയുന്നുണ്ട് എന്താണ് പ്രാർത്ഥിക്കുകയാണോ എന്ന്. കണ്ണും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം ഈ ഒരു സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു രക്ഷയും കിട്ടത്തില്ല. അതുകൊണ്ട് നല്ലപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവസാനം ആ ഒരു ട്രാഫിക്കും കഴിഞ്ഞപ്പോൾ ഒരു സിഗ്നലും കൂടെ കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞ് കറക്റ്റ് 7:20 എന്താ പറയുക 23 ആവുമ്പോൾ നമ്മൾ സെൻട്രലിൻ്റെ അവിടേക്ക് എത്തി. പക്ഷേ ഈ പയ്യന് അവൻ നമ്മുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ ബോർഡിംഗ് ബാഗ് ഉണ്ടല്ലോ, അപ്പം ബോർഡിംഗ് പാസ് എടുക്കണം. ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. മറ്റേ എയർപോർട്ടിൻ്റെ ട്രെയിനിൻ്റെ ഇതെടുക്കണമല്ലോ, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ വരാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാവും വരില്ല പറഞ്ഞു. ഞാൻ അവിടുന്ന് എന്തോ ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നു, എപ്പോഴും നമ്മളങ്ങനെ കാണാറില്ല. അവിടുന്ന് കാറ് മുന്നിൽ കൊണ്ട് നിർത്തലും അവിടുന്ന് തന്നെ മറ്റേ ഇലക്ട്രിക്കിൻ്റെ മറ്റേ വണ്ടി ഉണ്ടല്ലോ നമ്മളെന്താവുന്നത് ഇത് കണ്ടത് ആ പയ്യനോട് വേഗം വിനു തന്നെ എനിക്ക് ബാഗൊക്കെ എടുത്ത് ഇതിൽ ഇതാക്കി വേഗം തോളിൽ മാട്ടിക്കോ വിട്ടോ. അയ്യോ ഒരു മിനിറ്റേ കോൾ, അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നു, അതുകൊണ്ടാണ് കേട്ടോ കട്ടായത്. അതെല്ലാം മൊബൈലിൻ്റെ മെമ്മറി സ്റ്റോറേജ് ഇതായിട്ടുണ്ട്, ഇനി കുറേ ഡിലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എവിടെ വെച്ചിട്ടാ എന്നും ഭാഗ്യത്തിന് നമ്മൾ അച്ഛനെയും അമ്മയൊക്കെ നാട്ടിലോട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ വരാറുണ്ടല്ലോ, അതിൻ്റെ അകത്ത് കയറിയ ശേഷം നമ്മൾ ഈ വണ്ടി കാണത്തുള്ളൂ വെഹിക്കിൾ. അത് നമ്മൾ അവിടുന്ന് കാർ ഇറങ്ങൽ ഈ ബാഗ് മാട്ടിൽ ഈ വണ്ടി എന്തോ ഭാഗ്യത്തിനാണ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു. അവിടുന്ന് കയറാൻ അപ്പം തന്നെ ഞാൻ പയ്യൻ പറഞ്ഞു ഏതാണ് ട്രെയിനെ ചോദിച്ചു. അക്ക ഏതാ ട്രെയിൻ ചോദിച്ചു. നമ്മൾ ട്രിവാൻഡ്രം സൂപ്പർ. അയ്യോ ടൈം ആയല്ലോ എന്ന് പറഞ്ഞു. കയറിയതേ ഓർമ്മയില്ല. അതിലാണ് ഒരു കുഞ്ഞു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്കിടയിൽ എടുത്തിട്ടുള്ളത്. എടുത്ത് എന്താ പറയുക കേരളും ആ പയ്യൻ നേരെ നമ്മുടെ എന്താ പറയുക A1 ആയിരുന്നു കോച്ച്. നേരെ A1ൻ്റെ അവിടെ കൊണ്ട് നിർത്തിയ ഉടനെ കയറിക്കോളാൻ പറഞ്ഞു. എടുത്ത് ഫസ്റ്റ് പറഞ്ഞു ബാഗ് എടുക്കണ്ട കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ കയറലും ആ പയ്യൻ ബാഗ് എടുത്ത് വെക്കലും വണ്ടി മൂവ് ആവലും ഓപ്പായിരുന്നു ട്രെയിന്. അതുകൊണ്ട് പേടിച്ചു. കാരണം നമ്മൾ ഒന്നാമത് ട്രെയിന് നമുക്ക് റിട്ടേൺ പകുതി പൈസ ഒക്കെ കിട്ടുമായിരിക്കും, അതൊന്നും അല്ല പ്രശ്നം. പക്ഷെ എനിക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്തിനായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചേച്ചി ഇവിടെ ഉണ്ട്, അപ്പോൾ ചേച്ചിയെടുത്ത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ ആ വാക്കിന് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു കൃത്യനിഷ്ഠത എന്ന് പറയില്ല, ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അതും പിന്നെ ചേച്ചിക്കും ഉണ്ടാവും ഞാനെന്താ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആലോചിച്ച് എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. പൈസ പോകുന്നതുകൊണ്ടൊന്നും എനിക്ക് ഫീലിംഗ് ആണ്, പകുതി പൈസ നമുക്ക് കിട്ടും, അതൊന്നും എനിക്ക് മിസ്സിങ്. പക്ഷെ നമ്മൾ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നിട്ടില്ലല്ലോ, എന്താണ് ദൈവമേ ഇങ്ങനെ ഒരു പരീക്ഷണം തന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ ഒരു എന്താ പറയുക 2 മിനിറ്റ് ഞാൻ അങ്ങോട്ട് നമ്മളുടെ സീറ്റ് നോക്കുമല്ലോ, സീറ്റിലോട്ടൊന്നും ഞാൻ പോവാതെ നമ്മളുടെ ബർത്തിലോട്ടൊന്നും പോവാതെ ഞാൻ അവിടെ തന്നെ വാതിലിൻ്റെ അവിടെ ഒരു 2 മിനിറ്റ് ഞാനിന്ന് സ്റ്റെക്കായിട്ട് ഞാൻ തന്നെ ഒന്ന് സ്റ്റെക്കായിട്ട് ഒന്ന് കയറില്ല മൂവാലും ഒപ്പമാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് പിന്നെ ഞാൻ ഒരുപാട് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസ് എടുക്കണം, ഈ പയ്യൻ കൂടെ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും ഞാൻ വന്ന് ഓട്ടവും ചാട്ടവും ഒന്നും കാണാനും പറ്റിയില്ല. നമുക്ക് അതിൻ്റെ ഇടയിൽ എന്നിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോൻ്റെ അവിടേക്ക് പോകുമ്പോഴാണ് ഒരു കുഞ്ഞു വീഡിയോൻ്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്രാവശ്യം ഈ നാട്ടിലോട്ട് വന്ന ഒരു ഇത് ഒരിക്കലും മറക്കത്തില്ല. എന്താ പറയുക മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരിക്കും എന്നും. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഞാൻ എപ്പോഴും എവിടെ പോവുകയാണെങ്കിലും ശരി കേട്ടോ, ബസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറിയിട്ട് വർഷങ്ങളായി ഏതിലാണെങ്കിലും കുഞ്ഞുനാൾ മുതലേ നമ്മളിങ്ങനെ വിൻഡോ സൈഡ് ഇങ്ങനെ നോക്കി കൊച്ചുകുട്ടികളെ പോലെ ഞാൻ ഇന്നും അതേ വിൻഡോ സൈഡ് ഇങ്ങനെ നോക്കി ഇരിക്കും. ഒന്നും കാണാത്ത പോലെ പോയ വഴി തന്നെ ആയിരിക്കും, എന്നാലും ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് പോകുന്ന ഒരാളാണ്.
അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു യാത്ര എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണേ, അല്ലെങ്കിൽ ഒരു ഇതും വരതേ, അവിടെ ട്രെയിൻ മിസ്സാവരുതേ, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഭാഗ്യത്തിന് കറക്റ്റ് അതിൽ ആ ഒരു വണ്ടി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ കാറും തിറങ്ങുക അതിൽ കേരളമായത് കൊണ്ട് എന്തോ ദൈവമായിട്ട് അയ്യപ്പനായിട്ട് അവിടെ കൊണ്ട് അത് നിർത്തിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല അവിടെ ഫ്രണ്ടിൽ, നിർത്തിച്ചതാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ആ ഒരു ഇതുള്ളത് കൊണ്ടും ഞാൻ എന്നിട്ട് ആ പയ്യനോട് താങ്ക് യു പറഞ്ഞു. കാരണം ഉള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇതാവാൻ പറ്റിയത്. അപ്പോൾ എപ്പോഴും നമുക്ക് 20 രൂപയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ കൊടുത്തോണ്ട് പറയില്ല. ഞാൻ അപ്പം തന്നെ എൻ്റെ അടുത്ത് ചില്ലറുണ്ട്, അതിന് ഞാൻ നോക്കുക. ആ പയ്യൻ വേണ്ട പറഞ്ഞു, ചില്ലറ എടുക്കും വേണ്ട പറഞ്ഞു. അപ്പം ഞാൻ എടുത്തുണ്ടായിരുന്ന 100 രൂപ, 20 രൂപയുള്ളൂ ഒരാൾക്ക്. ആ 100 രൂപ അങ്ങനെ എടുത്ത് കൊടുക്കുകയും ചെയ്തു. അവന് സന്തോഷമായി. പക്ഷേ എനിക്ക് എന്താ പറയുക, എന്തോ അവിടെ ആ വണ്ടി നിൽക്കാത്തതുകൊണ്ട് തന്നെ എനിക്കെന്തോ ദൈവമായിട്ട് അങ്ങനെ എത്തിച്ചു. അങ്ങനെ എന്തൊക്കെയോ ഇതിൽ ഞാൻ പോയി. അങ്ങനെ ആണ് നമ്മൾ നാട്ടിലെത്തിയത്. എങ്ങനെ എവിടെ എത്തിയത്? ചെങ്ങന്നൂർ. എനിക്ക് ട്രെയിനിൽ കയറി കുറച്ച് നേരം ഞാനൊന്നും ഫോണോ ഒന്നും കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവർക്കും വിളിച്ച് പറഞ്ഞതും എല്ലാം ഞാൻ വിചാരിച്ചു കിട്ടില്ലെന്ന് തന്നെ വിചാരിച്ചതാണ്. കാരണം ഈ ഒരു യാത്ര ഇവിടെ ഇതാവുമെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ ദൈവം എന്തോ ഒരു ഇത് വെച്ചത് കൊണ്ട്, ദൈവം ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി ഇതായത്. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ 2025 എൻ്റെ ആദ്യ യാത്ര. അത് ഒറ്റയ്ക്കായിട്ടുള്ള ആദ്യ യാത്ര കേട്ടോ. അതുകൊണ്ട് അതൊരു വല്ലാത്തൊരു യാത്ര തന്നെ. എന്നും നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മയിലുണ്ടാവും ഈ ഒരു യാത്ര. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നേരെ ചെങ്ങന്നൂരെത്തി. പിന്നെ അവിടെ നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ട്രെയിനിൽ കയറി. നമ്മളുടെ അതുവരെ RAC ആയിരുന്നു. പിന്നെ കാട്ട്പാടിയൊക്കെ എത്തിയ സമയത്താണ് RAC കൺഫേം ആയത്. എന്നിട്ട് നമ്മുടെ കൂടെ തന്നെ ചെന്നൈയിൽ തന്നെ അവിടുന്ന് ഞാൻ ചിരിച്ചു അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ആൻറ്റിയും മകളെയും മരുമോനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. രണ്ടുപേരും IT വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ കുറേ പാലക്കാട് എത്തിയ ശേഷമാണ് ഞാൻ ആൻറ്റിയായിട്ട് സംസാരിക്കുന്നത്. പാലക്കാട് എടുത്തപ്പോഴാണ് അവർ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ചോദിച്ചു, നിങ്ങൾ വീഡിയോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ പറഞ്ഞ് ആൻറ്റിയുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, നമ്മുടെ തൊട്ടടുത്തുള്ളവരൊക്കെ ഭയങ്കര കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ട്രാവലിൽ അങ്ങനെ ഉറക്കമൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ആൻറ്റി അങ്ങനെയാണെന്നോ, അവർ തിരുവല്ലയ്ക്ക് ഒരു മാരേജിന് വരികയാണ്. ആ കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ മാരേജിന് തിരുവല്ലയ്ക്ക് വരികയാണ്. അങ്ങനെ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് നല്ല കമ്പനിയൊക്കെ ആയി. ആൻറ്റിയായിട്ടും മോളായിട്ടും മരുമോനായിട്ടൊക്കെ നല്ല കമ്പനിയായി കേട്ടോ. അങ്ങനെ ഒരു യാത്രയിൽ എന്താ പറയുക, അങ്ങനെ ഒരു ഇതുകൂടെ എനിക്ക് കിട്ടി. അങ്ങനെ അവർ ഫസ്റ്റ് ഇറങ്ങി, ഞാൻ രണ്ടാമത് ചെങ്ങന്നൂർ വന്ന് ഞാനും ഇറങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഒരു യാത്ര എന്ന് ഞാൻ പറഞ്ഞത്. എനിക്കെന്തോ ഇത് പറയണം തോന്നി, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ ഞാൻ എറണാകുളം എത്തിയപ്പോൾ തന്നെ ചേച്ചിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എനിക്ക് വേണ്ടി വെയിറ്റ്, കാരണം ട്രെയിൻ ഒരു 10 മിനിറ്റോ ഹാഫ് ആൻ അവർ അങ്ങാണ്ട് ലേറ്റ് ആയിരുന്നു. അതായത് അവിടുന്ന് ഇടയിൽ എവിടെ വെച്ചിട്ട് ഒന്ന് ഇതായിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് ലേറ്റായി. അതുകൊണ്ട് ചേച്ചി കറക്റ്റായിട്ട് ഞാൻ എന്താ പറയുക ബാഗ് എടുത്ത് ഇങ്ങനെ നോക്കലും ചേച്ചിയെ നേരെ എന്താ പറയുക ഞാൻ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഡോറിൽ നിന്ന് ഇങ്ങനെ നിൽക്കലും നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ വരുമല്ലോ, കറക്റ്റ് ചേച്ചി എൻ്റെ കറക്റ്റ് വാതിൽ ആ കോച്ചിൻ്റെ അവിടെ തന്നെ A1 വിളിച്ച് ചേച്ചി ചോദിച്ചു തരാം. അപ്പോൾ A1 കറക്റ്റ് കോച്ചിൻ്റെ ഉമ്മ തന്നെ ചേച്ചി നിൽക്കുകയും എന്താ പറയുക, ഞാൻ ചേച്ചി എപ്പോഴെങ്കിലും ഞങ്ങൾ വീഡിയോ കോൾ എപ്പോഴെങ്കിലും സംസാരിക്കുന്നതല്ല, നമ്മൾ ചേച്ചിയെ നേരിട്ട് കണ്ടിട്ടില്ല, ആദ്യമായിട്ടല്ലേ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻസും ആ ഒരു മൊമെൻ്റൊക്കെ എനിക്ക് എടുത്തു വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ബാഗും ഉണ്ട്, പിന്നെ മൊബൈൽ ചാർജിൻ്റെ ഒന്നും എല്ലാം കൂടെ ഇതാക്കട്ടെ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന ശേഷം ഓട്ടോയിൽ കയറിയിട്ടാണ് ഞാനും ചേച്ചിയായിട്ട് വീഡിയോ ഞങ്ങൾ എടുത്തത്. ഓക്കെ, അത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്താ പറയുക, അങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്രാവശ്യം എത്തിയത്. ഈ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഒരിക്കലും മറക്കില്ല, എൻ്റെ ജീവിതത്തിലേ മറക്കില്ല. പിന്നെ ആ ഒരു പേടിയുടെ ആ ഒരു അതും എല്ലാം കൂടെ ഉണ്ട്. പിന്നെ അതുമല്ല, ഒരുപാട് എന്താ പറയുക, ഒരുപാട് സ്വീറ്റ് മെമ്മറീസുകൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു, അല്ലെങ്കിൽ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു യാത്ര. അവിടെയൊക്കെ ഏണുനെയും മീനുനെയൊക്കെ മിസ് ചെയ്യും എന്നുണ്ടെങ്കിലും, ചെറിയ രീതിയിലൊക്കെ മിസ്സിങ് ഫീൽ ചെയ്തെങ്കിലും എന്താ പറയുക, ഞാനങ്ങനെ ഷൂട്ടിനല്ലാതെ പോയിട്ട് ഞാനങ്ങനെ റൂമിൽ നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ അപ്പാർട്ട്മെൻറ്റ് അവരെടുത്ത് അങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഒന്നും ഞാൻ ഇന്ന് വരെ ഞാൻ ഇതായിട്ട് പറയുകയില്ല. എൻ്റെ വീട്ടിൽ അതായത് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോലും പോയിട്ട് ഞാൻ അവിടെ നിൽക്കത്തില്ല. കൂടിപ്പോയാൽ അവിടെ നിങ്ങൾ കണ്ടിട്ടല്ലേ വീഡിയോസിലൊക്കെ 10 മിനിറ്റ് നിൽക്കുന്നു, ഇരിക്കുന്നു, ഞാൻ വരുന്നു, അത്രയേ. ഒരു ദിവസം പോലും ഞാൻ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടില്ല. അതുപോലെ എനിക്ക് അങ്ങനെ എവിടെയും പോയിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യാൻ അത്ര വലിയൊരു ഇതുള്ള ആളല്ല ഞാൻ. റൂം എടുത്തിട്ടുണ്ടോ, എവിടെ പോയിട്ട് നമ്മൾ റൂം എടുത്തിട്ടില്ല. അപ്പോൾ അതേപോലെ കഴിഞ്ഞ ആഴ്ച വരുന്ന സമയത്തൊക്കെ ശരി ഞാൻ റൂം എടുത്തിട്ടല്ല ഇതായിരുന്നത് ചങ്ങനാശ്ശേരിയിലായാലൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ഞാനിങ്ങനെ സ്റ്റേ ചെയ്തതും
എന്താ പറയുക, എൻ്റെ കൂടെ ജനിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നാലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാനും ചേച്ചിയും കൂടെ അവിടുന്ന് ഓട്ടോയിൽ വന്നത്, അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓട്ടോയിൽ വരുന്നതും പിന്നെ എന്താ പറയുക വീടെത്തുന്നതും, പിന്നെ ഇവിടെ വന്നിട്ട് അന്ന് വൈകുന്നേരം ഇവിടെ അന്നമോള്, ചേച്ചിയുടെ ബ്രദറിൻ്റെ മോള്, കുഞ്ഞു സ്കൂൾ വിട്ട്, കുഞ്ഞിനൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് സൗണ്ട് വോയിസ് അയക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. വീഡിയോ കോൾ സംസാരിക്കും എപ്പോഴെങ്കിലും, അങ്ങനെയൊക്കെ. അപ്പോൾ മോള് വന്നിട്ട്, കൊച്ച് വന്നിട്ട് LKG പഠിക്കുകയാണ്. കുഞ്ഞ് വാനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ചേച്ചിയോട് തീയക്കുട്ടി വന്നില്ലേ, ചേച്ചി തീയക്കുട്ടിയെ വിളിച്ചിട്ട് എല്ലാവരും തീയക്കുട്ടി എന്നാണ് ഇവിടെ. അപ്പച്ചൻ, പ്രിൻസ് ചേച്ചി, ചേച്ചിയുടെ നാത്തോൻ, എല്ലാവരും. അപ്പോൾ ആ ഒരു ഇത് വന്ന് കൊച്ചു വാനിൽ നിന്ന് ഇറങ്ങിയ തീയക്കുട്ടി വന്നോ എന്നൊക്കെ ചോദിച്ചു. അത്രയും ഓർമ്മയോടുകൂടി വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഇത് ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരുന്ന ചേച്ചി ഇല്ല, അങ്ങനെ എന്തോ പറഞ്ഞ് ചെരുപ്പ് കണ്ടു തോന്നുന്നു, ഫോൺ എന്തോ കണ്ടു. അങ്ങനെ കണ്ട് ഞാൻ കതവിൻ്റെ ഇടയിൽ പതിഞ്ഞിരുന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ കെട്ടി. ഞാൻ പോലും സ്വപ്നത്തിൽ വിചാരിച്ചില്ല കേട്ടോ. കാരണം അറിയില്ലല്ലോ, നമ്മളെ അറിയാത്ത ഒരാളെ കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഒരു എന്താ പറയുക, ഒരു പേടി പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അടുക്കത്തില്ല. ഇത് ഇങ്ങനെ നോക്കലും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ ഒരു സീൻ എടുക്കേണ്ടതായിരുന്നു. വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയി. ആ ഒരു ഇത് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് ഞങ്ങൾ അന്ന് തന്നെ ഭയങ്കര കമ്പനിയായി. അതായത് ഞാൻ വാവേനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ വീഡിയോസിൽ എപ്പോഴും കാണും. എൻ്റെ റീൽസും ഷോർട്സും എല്ലാം ഇരുന്ന് കാണും. കണ്ടിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യും, വോയിസ് ഒക്കെ അയക്കും കേട്ടോ. അങ്ങനെയാണ് കണ്ടത്. ആ ഒരു മൊമെൻറ്റ് മിസ്സായി പോയി എനിക്ക്. അതൊക്കെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഓർത്ത് വെക്കാനുള്ള ഒരുപാട് മെമ്മറീസ്. അതായത് ഞാൻ പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കേട്ടോ ഞാൻ പറയുന്നത്. അതൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഓർത്ത് വെക്കാനും നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും നമ്മളുടെ ഇതിൽ ഉണ്ടാവേണ്ട ആഗ്രഹങ്ങളായി. പക്ഷെ അത് ആ ഒരു വീഡിയോ ആകുന്നത്, ഞാൻ ഫോൺ കയ്യിലെടുത്താൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ ഫോൺ കയ്യിലെടുത്തില്ല. ഈ ഒരു ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കയ്യിലെടുത്തില്ല. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരുപാട് സന്തോഷം പറഞ്ഞാൽ എനിക്കിപ്പോൾ വേറൊരു വീട്ടിൽ, അതുപോലെ തന്നെ എനിക്ക് ചേച്ചീനെ ഒരിക്കലും വേറൊരാളായിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മൂത്ത ചേച്ചി, എൻ്റെ മേലെ എനിക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ആ ഒരു ചേച്ചിയുടെ സ്ഥാനമായിരുന്നു തന്നെയാണ് ചേച്ചിക്ക്. അപ്പോൾ എനിക്ക് വേറൊരു വീട്ടിൽ പോയൊരു ഫീലിങ്ങോ അങ്ങനത്തെ വേറൊരു അന്യ ആളാണ് എന്നൊന്നും ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇവിടുന്ന് പോകുന്നവരെയും തോന്നിയിട്ടില്ല കേട്ടോ. ആ ഒരു നമ്മുടെ ആ ഒരു ഇത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രേണുവിൻ്റെ അടുത്തായാലും ചേച്ചിയുടെ അടുത്തായാലും ഇപ്പോൾ രേണുവിൻ്റെ അനിയത്തിയാണെന്നുള്ളത്, ചേച്ചി എൻ്റെ ചേച്ചി തന്നെ ആയിട്ടാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ എന്താ പറയുക യാത്രകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ വർക്കുകളുടെ ഇടയിൽ എൻ്റെ പലരും ചോദിക്കുന്നതാണ്, ദിയയ്ക്ക് ചെന്നൈയിൽ പോലും ഒരു അങ്ങനെ സൗഹൃദങ്ങളൊന്നും, ഞാൻ ഒരുപാട് സൗഹൃദങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന ഒരാളല്ല. കാരണം എന്താ ആ ഒരു ലിമിറ്റ്, ആ ഒരു ഇതിലങ്ങനെ പോകുന്ന ആളാണ്. പക്ഷേ എന്തോ എങ്ങനെയോന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും വലിയ ഇതായിട്ട് അടുക്കാത്ത ഒരാളാണ്. അത് വലിയ വെയിറ്റ് കൊണ്ട് അങ്ങനെയൊന്നല്ല കേട്ടോ. എന്തോ ഞാൻ അങ്ങനെ ഒരുപാട് ആരായിട്ടും അടുക്കത്തില്ല. അടുത്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ വിടത്തില്ല. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ എന്താ പറയുക, ഈ ഒരു ഇതിൽ വന്നിട്ടാണെങ്കിലും എനിക്ക് കിട്ടിയ ഏറ്റവും, ഇപ്പോൾ രേണു കൂടി പറഞ്ഞു, ഇപ്പോൾ രേണു 2-3 ദിവസം മുന്നേ വിളിച്ചിട്ട് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ ഒരു ചേച്ചിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളത് ഭയങ്കര ഭാഗ്യം ചെയ്ത, ദൈവമായിട്ട് നമുക്ക് ഇതാക്കിയതാണ്. അതായത് നമ്മൾ സ്വന്തക്കാരുടെ വീട്ടിൽ പോലും ഒരു 2 ദിവസം ഇരിക്കുമ്പോഴേക്കും അവർ മുഖം കറുപ്പിക്കുക, അങ്ങനെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഇതൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൽ നമുക്ക് ദൈവത്തിനെ പോലെ നമുക്ക് എത്തിച്ചതാണ് ചേച്ചീനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡയലോഗ് അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. വിഷമവും സന്തോഷവും കൂടെ കലർന്ന ഒരു സംസാരം അവിടെ സംസാരിച്ചു. അപ്പോൾ സത്യമാണ്, ഇപ്പോൾ നമ്മളൊരു അമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നൊന്നുമില്ല നമ്മുടെ സ്നേഹബന്ധം എന്ന് പറയാൻ ആരുമില്ലെന്ന് തോന്നുന്നത്. ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിൽ പറയാം എൻ്റെ ചേച്ചി എന്നുള്ളത്. ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ എനിക്ക് ഇന്നൊരു ചേച്ചിയും കൂടി ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം, അത് ഞാൻ അവിടെ പോയിട്ട് പറയാം ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരോടൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. രണ്ടും, ഞാൻ ചേച്ചി ആയാലും ശരി ഞാനായാലും ശരി അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു മൂത്ത ചേച്ചി എന്നുള്ള ഒരു ഇതാണ് എന്താ പറയുക സ്ഥാനം. അതേപോലെ തന്നെ മക്കളായാലും ശരി, അവരൊന്നും അങ്ങനെ ഫസ്റ്റൊക്കെ സംസാരിക്കുന്ന സമയത്തോ ന്യൂ ഇയറിനൊക്കെ വിഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചി എവിടെ എന്നൊക്കെ ചോദിക്കുക, ആ ഒരു ഇത് ഒരു നമ്മുടെ ഒരു കുടുംബം ആ ഒരു ഇതായിപ്പോയി. അതുകൊണ്ട് എന്നും എന്താ പറയുക, ആരുടെ കണ്ണും ഒന്നും ഇതാവാതെ ഈ ഒരു ബന്ധം
എന്നും ഈ ഒരു ചേച്ചി അനിയത്തി എന്നുള്ള ബന്ധം എന്നും ഇതേപോലെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെ ഞാൻ പോയാലും ഈ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ദൈവമായിട്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞത് എനിക്ക് നമുക്ക് ഒരാളായിട്ട് ഒരുപാട് പഴകുകയോ ഒന്നും വേണ്ട. ഒരാളുടെ മനസ്സറിയാനോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് മനസ്സിലാക്കാനോ എനിക്ക് ചെന്തോ ദൈവം അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞിക്കഴിവ് എന്തോ തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ന് ഞാൻ ഫസ്റ്റ് ചേച്ചിയുടെ സംസാരിച്ചപ്പോൾ തന്നെ എനിക്കറിയാം ചേച്ചി അത്രയ്ക്ക് ഇതാണ്, പാവമാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിക്ക് എന്താ പറയുക, ചേച്ചി അറിയുന്നത് കൊണ്ടാണ് ഞാൻ ചേച്ചീനെ അങ്ങനെ ഇതാക്കുന്നത്. ഏകദേശം രേണുവും ചേച്ചി ഒരേ ക്യാരക്ടറാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാണത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചിലരുടെ പലരും എന്താ പറയുക ഒരുപാട് ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെയുള്ളൂ. എനിക്ക് ഒരാളെ ഏതൊരു ബന്ധങ്ങളായാലും ഞാൻ അങ്ങനെയാണ്. ഒരാളെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വേണ്ടെന്ന് വെക്കും, അല്ലാതെ ചേർത്ത് പിടിച്ചാൽ ഞാൻ എൻ്റെ ജീവനുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ എനിക്കൊരു ചേച്ചിക്കുട്ടി കിട്ടി. എന്തോ ദൈവത്തിൻ്റെ, നമ്മൾ പറയില്ലേ ദൈവം നമ്മളെ കണ്ടുമുട്ടണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, ദൈവം കൂടെ വിചാരിക്കണം നമുക്ക് ആ ഒരു ഇതിലേക്ക് ഇതാവണമെന്ന്. അപ്പോൾ ആ ഒരു ഇത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും, നമുക്ക് അവരെ കാണാൻ പറ്റും, എല്ലാം പറ്റും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചേച്ചി ആയാലും ചേച്ചിയുടെ നാത്തൂൻ സിസ്റ്ററിനായാലും കുഞ്ഞുങ്ങളായാലും അപ്പച്ചനായാലും എല്ലാവർക്കും അവരുടെ വീട്ടിലൊരു കുഞ്ഞിനെ പോലെ തന്നെയാണ് അവരെന്നെ കണ്ടതും. ആ ഒരു ഇത് തന്നെയാണ്, കുഞ്ഞിനെ പോലെ കണ്ടതല്ല, അവരുടെ വീട്ടിലൊരു കുഞ്ഞനായി മാറി. അതുപോലെ തന്നെ ചേച്ചിയായാലും എൻ്റെ ചേച്ചിയായിട്ട് മാറി. ഇല്ല അപ്പോൾ പ്രിൻസി ചേച്ചി ആയാലും ശരി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതാവാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ മാത്രമല്ല, കുറച്ച് ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ അതായത് ഞാൻ ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ആരോടായാലും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ്മാരോ അല്ലെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ആൾക്കാർ ഇതാക്കുന്ന അങ്ങനെയൊന്നുമില്ല. വിരലിലുണ്ടാവുന്ന ഒരു 1-2 ബന്ധങ്ങൾ മതി നമുക്ക്. ആ ബന്ധങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കുക, ആ ബന്ധങ്ങൾ എന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുക. അല്ലാതെ അവരിൽ നിന്ന് നമുക്കൊന്നും നേടണമെന്നോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവരിൽ എന്തെങ്കിലും നേടണമെന്നോ അങ്ങനെ ഒരു ഇതോ അല്ലെങ്കിൽ നമ്മൾ 24 മണിക്കൂറും ഫോൺ ചെയ്യുക, ചാറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒന്നുമല്ല. മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹം എന്നുള്ളതുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓരോ കാര്യങ്ങളും അത് പലപ്പോഴും തെളിവുകളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കത് ഇതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്ക് എന്നും മുന്നോട്ട് കൊണ്ടുപോകാനും ഒരിക്കലും ഇപ്പോൾ ചേച്ചി കോഴാഞ്ചേരിയുള്ള ചേച്ചി, ചെങ്ങന്നൂർ ഇവിടെ പത്തനംതിട്ടയുള്ള ചേച്ചി, ഞാൻ ചെന്നൈയിൽ നിന്ന് വന്ന് ഈ ഒരു ഇതിൽ ഒരുപാട് പേരുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്ക്. എന്നാലും ഇങ്ങനെ ഒരു ഇതാവുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചേച്ചിയെ നേരിട്ട് കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിൽ എപ്പോഴെങ്കിലും കാണുമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, കാണുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ദൈവം സഹായിച്ച് ദൈവമായിട്ട് എന്താ പറയുക ആ ഒരു ഇതിന് ഇതാക്കി തന്നു. അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു ചേച്ചി എനിക്ക് കിട്ടാനും എന്താ പറയുക ഒരുപാട് ദൈവം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു ഇത്. ഞാനങ്ങനെ എന്താ പറയുക ഞാൻ എവിടെയും പോയി നിൽക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വന്നിട്ട് ഇപ്പോൾ എത്രയില്ല. അപ്പോൾ അതൊക്കെ പറയുന്നത് എന്തോ ഒരു എന്താണെന്ന് അറിഞ്ഞൂടാ, ഇനി വല്ല മുൻജന്മത്തിൽ എന്തെങ്കിലും ഇതായിരുന്നോ ഞാനും ചേച്ചിയൊക്കെ അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്തോ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ഇതെന്ന് പറയില്ലേ, ആ ഒരു ഇതായിരിക്കാം മേ ബി അല്ലേ. അപ്പം അങ്ങനെ അപ്പം ഇനി ഒരുപാട് നീട്ടി വലിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കേണ്ട. ഇനി ഒരുപാട് കഥകൾ നാട്ടിൽ വന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ആ കഥകളൊക്കെ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നോട്ട് എത്തിക്കുകയായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇതിങ്ങനെ നീണ്ടു പോകും, അതുകൊണ്ട് വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടെ എത്തി. ഇങ്ങനെ ഇത് പറയാം, ഇതിൻ്റെ ഇടയിൽ കൂടെ അത് കയറി വന്നു. ഇത് ചേച്ചിയെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇനിയും ചെയ്യാൻ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത്, യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക കിട്ടോ ഇല്ലോ എത്തോ ഇല്ലോ അല്ലെങ്കിൽ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ടൊരു യാത്ര ഞാൻ ചെയ്തിട്ടില്ല. ടെൻഷൻ അടിച്ചൊരു യാത്രയായിരുന്നു. ട്രെയിനിൽ കയറുന്നവരെ അവിടുന്ന് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ആ ട്രെയിനിൽ കയറുന്നവരുള്ള ഒരു യാത്ര ഭയങ്കര ടെൻഷൻ അടിച്ച യാത്രയായിരുന്നു. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചിട്ട് ഇതൊക്കെ ഞാൻ പിന്നെ വന്നത് എവിടേക്കാണെന്നുള്ളത് അറിയണ്ടേ, അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇത് അറിഞ്ഞു നിങ്ങളെങ്കിലും ഇങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അപ്പോൾ എന്താ പറയുക നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഷെയർ ചെയ്തൊരു വീഡിയോ ആണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതൊക്കെ മെല്ലെ ബൈ 1 ബൈ ആയിട്ട് വീഡിയോ വഴി വരുന്നതായിരിക്കും.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, ഉമ്മ ചെല്ലക്കുട്ടീസ്.